ട്യൂഷൻ ക്ലാസ്സിലുണ്ടായ നിസ്സാരമായ ഒരു വഴക്കിനെ ചൊല്ലി സ്വന്തം സഹപാഠിയെ തന്നോളം മാത്രം പ്രായമുള്ള ഒരാളെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുന്നു. അവർ 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് മാത്രം ജുവനൈൽ എന്ന് സ്റ്റാറ്റസ് കൊടുത്ത് അവർ ചെയ്ത തെറ്റിനെ നമുക്ക് ചെറുതാക്കി കാണിക്കാൻ കഴിയുമോ? മറിച്ച് അങ്ങേയറ്റം പ്ലാനിങ്ങോടുകൂടി തങ്ങളുടെ പക വീട്ടിയ കൊലപാതകളെ നമുക്ക് ജുവനൈൽ എന്നല്ലാതെ ക്രിമിനലുകൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിച്ചുകൂടെ? ഒപ്പം കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ഫോൺ മേടിച്ചു വെച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് സ്വന്തം അധ്യാപകനെ മറ്റു അധ്യാപകരുടെ മുമ്പിൽ വെച്ച് തെറി വിളിക്കുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് എല്ലാ കുറ്റവും കഞ്ചാവിനെയും സിന്തറ്റിക് ഡ്രഗ്സുകളെയും പഴിചാരാൻ വേണ്ടി കഴിയുമോ? നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ പാകപ്പെടുത്തിയെടുത്തുന്നതിൽ പേരന്റിങ്ങിന്റെ പങ്ക് നമ്മൾ ഇപ്പോഴും എന്താണ് ചെറുതായി കാണുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടി എന്താണ് ചെയ്യുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവർ ഏത് രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നത് എന്ന് പണം കൊടുക്കുന്നതിന് പകരമായി ചിന്തിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന പൈസ എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ ഏത് രീതിയിലുള്ള സുഹൃത്തുക്കളൊപ്പമായിട്ടാണ് കൂട്ടുകൂടുന്നത്, എവിടേക്കാണ് ഡെയിലി പോകുന്നത് എന്നെങ്കിലും തിരക്കാറുണ്ടോ? ഒന്നുമല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും സ്വന്തം കുട്ടിയെ വിളിച്ചിരുത്തി നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ സംസാരിക്കണം. ഒന്നുകിൽ ഒരു ഇരയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു കൊലപാതകയെ ഇല്ലാണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും.